സുഹൃത്തുക്കളെ, ഞാൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരുപാട് പേര് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിവിധ പാർട്ടികൾക്ക് വേണ്ടി വിവിധ തലങ്ങളിലേക്ക് മത്സരിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒന്ന് രണ്ട് പേരെ ഇതൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഒരുപാട് അതായത് എൻ്റെ 28 വയസ്സ് വരെ ജീവിച്ച തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡുകളുടേത് ഞാൻ പറഞ്ഞു. ഇന്ന് 3-ാം വാർഡാണ് പറയുന്നത്. 3-ാം വാർഡിൽ ഇന്ന് ബാക്കിയുള്ള വാർഡുകളും കൂടി തീർക്കണം. ഇന്നേ സമയമുള്ളൂ. സത്യത്തിൽ പല കാരണങ്ങളും കൊണ്ട് നേരെ വൈകിപ്പോയില്ല. 3-ാം വാർഡിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുന്ന സഖാവ് ഷിജു കൃഷ്ണ. ഷിജുവിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. ഷിജു കൃഷ്ണ തൃക്കരങ്ങോട് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഷിജു കൃഷ്ണ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. DYF-യുടെ കടന്നു വന്നതാണ്. എനിക്ക് ഷിജു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ടേ അറിയാം. ഷിജു കലാരംഗത്ത് വളരെ സജീവമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൂടുതൽ അടുക്കുന്നത്. ഞാനന്ന് ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് വരുന്നത്. ഞങ്ങൾ തമ്മിൽ 5 വയസ്സിൽ വ്യത്യാസമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഐ എം നോട്ട് ഷുവർ. അപ്പം അങ്ങനെ ഷിജു വന്ന് പ്രീ ഡിഗ്രിക്ക് വരുന്നു. ഷിജു കലാരംഗത്തൊക്കെ സജീവമായിരുന്നു. അപ്പോൾ സോണിന് ഇൻ്റർ സോണിനൊക്കെ പോകുമ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ, ജില്ലാതല കോളേജ് കലോത്സവങ്ങളിൽ, കോളേജിലെ ആർട്സ് ഡേ അങ്ങനെയുള്ളതായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ അടുക്കാനും ഇടപെടാനും ഒക്കെ ഇടയായി. പക്ഷേ അതോളം കൊണ്ട് അവസാനിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ അന്ന് മഞ്ചേരിയാണ് താമസിച്ചിരുന്നത്. മഞ്ചേരിയിൽ നിന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് താമസം മാറ്റുന്നു. അപ്പോഴേക്കും ഞാൻ ഗൾഫിൽ പോകുന്നു. പക്ഷേ ഇടയ്ക്ക് ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആശയവിനിമയം നടക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് പൊതു സുഹൃത്തുക്കളുണ്ട്. അവൻ താമസിക്കുന്ന നാട് മഞ്ചേരിയിൽ നിന്ന് മാറിയിട്ട് ഈ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെ താമസിക്കുന്ന കാരക്കുന്ന് 34 എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുള്ളതാണ്. അങ്ങനെ ആ സൗഹൃദം വളരുന്നു. ഏറ്റവും അവസാനം ഷിജുവിനെ കാണുന്നത് 2019-ലാണ്. എന്ന് ഞാൻ നിലമ്പൂർ താമസമാക്കുന്ന സമയത്ത് ഷിജുവും അതേപോലെ തന്നെ അവിടെ നിന്നുള്ള വേറെ കുറച്ച് ആളുകളും ഒക്കെ കൂടി സുഹൃത്തുക്കളും എൻ്റെ മറ്റു സുഹൃത്തുക്കളും ഒക്കെ എല്ലാവരും കൂടി വന്ന് എനിക്കൊരു ഫാം ഉണ്ടായിരുന്നു കരളായി എന്ന സ്ഥലത്ത്. അവിടെ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അവിടെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഒപ്പം ഉണ്ടായിരുന്നു. പിന്നീട് കണ്ടിട്ടില്ല. പിന്നീട് ഇടയ്ക്ക് ഫോണിൽ ഞാൻ ഈ സാമൂഹ്യ മാധ്യമ രംഗത്ത് നവമാധ്യമ മേഖലയിൽ സജീവമായതിനു ശേഷം ഒരു പ്രാവശ്യം എന്നെ വിളിച്ചപ്പോഴോട് പറഞ്ഞ അച്ഛൻ നിങ്ങളൊരു പ്രേക്ഷകനാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ച മുമ്പ് എന്നെ ഒന്ന് വിളിച്ചിരുന്നു. വിളിച്ച സമയത്ത് ഞാൻ ആകെ വേറെ എന്തോ ഒരു എനിക്ക് മൂഡ് സിംഗിളുടെ സമയമായിരുന്നു. ഞാൻ ആകെ വേറെ എന്തോ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു. അന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ വല്ലാതെ ഡെസ്പായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തായിരുന്നു. അന്ന് വിളിച്ച് ജസ്റ്റ് ഒന്ന് കുശലാന്വേഷണം നടത്തി അങ്ങനെ വെച്ചു. ഷിജു സ്ഥാനാർത്ഥിയാണ്. ഷിജുവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഷിജു CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. DYF-യുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഒക്കെ ഉണ്ടായിരുന്നു. ഷിജു ഒരു വളരെ സൗമ്യനാണ്. അങ്ങനെ അഗ്രസീവായിട്ടൊന്നും പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എടുത്തിയാടുന്ന ഒരാളല്ല. എന്നാൽ ഒരു സൈലന്റ് അച്ചീവറാണ്. കാര്യങ്ങളെല്ലാം നിശബ്ദമായി കാര്യങ്ങൾ ചെയ്യാനും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റാനും ഒക്കെ കഴിയുന്ന സ്ഥലമാണ്. കാരക്കുന്ന് 34-നെ സംബന്ധിച്ചിടത്തോളം തെക്കാലവും CPM-ന്റെ ഒരു ചെങ്കോട്ടയാണ്. തൃക്കലങ്ങോട് പഞ്ചായത്തിലെ മോസ്കോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പക്ഷേ മഞ്ചേരി, വണ്ടൂർ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്രയും വലിയ പാർട്ടി കേന്ദ്രം എന്ന് പറയുന്നത് പിന്നെ തിരുവാലി പഞ്ചായത്തിലുള്ള 2 മണ്ഡലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഷിജു. വിജയം സുനിശ്ചിതമാണ്. എൻ്റെ ആശംസകളുടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ തന്നെയും ഞാൻ ആ വാർഡിലെ വോട്ടറായിരുന്നെങ്കിൽ എൻ്റെ വോട്ട് തീർച്ചയായിട്ടും ഷിജു കൃഷ്ണയ്ക്ക് ചെയ്യുമായിരുന്നു. അത് എൻ്റെ വ്യക്തിപരമായ ബന്ധം കൊണ്ടല്ല. വ്യക്തിപരമായ ബന്ധം ഞാൻ അതിൽ നോക്കാറില്ല. പക്ഷേ ആൾ ഏബിളാണ്, വിദ്യാസമ്പന്നനാണ്, കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല പഞ്ചായത്ത് ഇടതുമുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ സുപ്രധാനമായ ചില പദവികളിലേക്ക് വരാൻ യോഗ്യനാണ്. അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റികളുണ്ട്. ആളുകളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള കഴിവുണ്ട്, വിഷയങ്ങളിൽ ഇടപെടാനുള്ള കഴിവുണ്ട്, ഒക്കെയുണ്ട്. അതുകൊണ്ട് സഖാവ് ഷിജു കൃഷ്ണനെ വീണ്ടും ഒരിക്കൽ കൂടി പോസ്റ്റ് കാണിക്കുകയാണ്. സഖാവ് ഷിജു കൃഷ്ണനെ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം നമ്പർ വാർഡിൽ നിന്നും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അഭ്യർത്ഥിക്കാനും ഒന്നുള്ള ശേഷിയുള്ള ആരെങ്കിലും ആ വാർഡിലെ ഒരൊറ്റ വോട്ടർമാരെ പോലും വ്യക്തിപരമായി സ്വാധീനിക്കാനുള്ള ബന്ധമുള്ള ഒരാളല്ല ഞാൻ. സത്യത്തിൽ ഞാൻ പറഞ്ഞൊരു പാർട്ടി കോട്ടയാണ്. ഞാൻ പറഞ്ഞു എഴുതിയിട്ട് ആരും വോട്ട് ചെയ്യാതിരിക്കില്ല. ഞാൻ പറഞ്ഞു എഴുതിയിട്ട് ആരും വോട്ട് ചെയ്യൂല. എന്നാലും പോയി ഒരു ദിവസമെങ്കിലും അവൻ്റെ ഇന്ന് പ്രചരണത്തിൽ കൂടാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം ഇത്രയെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഷിജുവിന്, ഞാൻ അവിടുത്തെ വോട്ടറാണെങ്കിൽ ഷിജുവിന് വോട്ട് ചെയ്യായിരുന്നു. മനസ്സുകൊണ്ട് എൻ്റെ വോട്ട് ഷിജുവിന് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവും.